ഈശോയിൽ സ്നേഹം നിറഞ്ഞവരെ, ഗ്ലോറിയായിരിക്കും എല്ലാവരെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു. മത്തായിയുടെ സുവിശേഷം 1-ാം അധ്യായം 22-ഉം 23-ഉം വചനമാണ്. കന്യക ഗർഭം ധരിച്ച് ഒരു പുത്രനെ പ്രസവിക്കും, ദൈവം നമ്മോടുകൂടെ എന്നർത്ഥമുള്ള എമ്മാനുവേൽ എന്ന് അവൻ വിളിക്കപ്പെടും എന്ന് കർത്താവ് പ്രവാചകൻ മുഖേന അരുളി ചെയ്തത് പൂർത്തിയാകാൻ വേണ്ടിയാണ് ഇതെല്ലാം സംഭവിച്ചത്. ഈശോയെ സ്നേഹം നിറഞ്ഞവരെ, നമുക്കെല്ലാവർക്കും അറിയാം, യോസേപ്പ് പിതാവ് പരിശുദ്ധ അമ്മയെ ജീവിത പങ്കാളിയായിട്ട് ഏറ്റെടുക്കുവാൻ തീരുമാനിക്കുന്ന ആ സന്ദർഭങ്ങളിലാണ് യോസേപ്പ് പിതാവ് അറിയുന്നത് പരിശുദ്ധ അമ്മ കന്യകാമറിയം ഗർഭിണിയാണെന്നുള്ള വിവരം അറിഞ്ഞപ്പോൾ സ്വാഭാവികമായിട്ടും എല്ലാവർക്കും ഉണ്ടാകുന്നത് പോലെ സംശയവും പ്രയാസവും ബുദ്ധിമുട്ടും ഒക്കെ ഉണ്ടായിക്കാണുമായിരിക്കും. ആ ഒരു സന്ദർഭത്തിൽ ഉപേക്ഷിക്കാൻ തീരുമാനിക്കുമ്പോൾ പരിശുദ്ധ ആത്മാവ് സ്വപ്നത്തിൽ പ്രത്യക്ഷപ്പെട്ട് യോസേപ്പ് പിതാവിന് ശക്തി പകർന്നു കൊടുക്കുകയാണ്. പരിശുദ്ധാത്മാവിനാലാണ് വിശുദ്ധ അമ്മ ഗർഭിണിയായിരിക്കുന്നത്, ശങ്കിക്കേണ്ട ആവശ്യമില്ല. എന്നിട്ട് യെശയ്യ 7:14 ഈ വചനമെടുത്ത് സ്വപ്നത്തിൽ കാണിച്ചു കൊടുക്കുകയാണ്. ഒരു കന്യക ഗർഭം ധരിച്ച് പുത്രനെ പ്രസവിക്കും, ദൈവം നമ്മോടുകൂടി എന്നർത്ഥമുള്ള എമ്മാനുവേൽ എന്ന് അവൻ വിളിക്കപ്പെടും. വിശ്വാസസ്നേഹം നിറഞ്ഞവരെ, സ്വാഭാവികമായിട്ട് നമുക്ക് എല്ലാവർക്കും അറിയാം, ഒരുപക്ഷെ താൻ വിവാഹം ചെയ്യാൻ പോകുന്ന സ്ത്രീ ഗർഭിണിയാണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ അവളെ സ്വീകരിക്കാൻ സമൂഹത്തിൻ്റെ പരിഹാസവും ഒരുപക്ഷെ താൻ ഈ സമൂഹത്തിൽ തന്നെ തൻ്റെ ആയിരിക്കുന്ന മേഖലയിലെല്ലാം ഒറ്റപ്പെട്ടു പോകുമെന്നുള്ള ഒരു വിശ്വാസം, ആ ഒരു ചിന്ത എല്ലാം നമ്മളെ അത്യധികം കാർന്നു തിന്നുന്ന നിമിഷങ്ങളിൽ പോലും യോസേപ്പ് പിതാവിന് ഇങ്ങനെ ഒരു സ്വപ്നത്തിൽ ഒരു ദർശനമുണ്ടായപ്പോൾ, യെശയ്യായുടെ വചനങ്ങൾ സ്വപ്നത്തിൽ കാണിച്ചു കൊടുത്തപ്പോൾ യോസേപ്പ് പിതാവ് അത് മനസ്സാ സ്വീകരിക്കുകയും പിന്നീട് അങ്ങോട്ടുള്ള ജീവിതത്തിൽ യോസേപ്പ് പിതാവ് പരിശുദ്ധ അമ്മയെ പരീക്ഷിച്ചത് ഒരു പോറൽ പോലും ഏക്കാതെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലയിലും, സങ്കടത്തിലാണെങ്കിലും ദുഃഖത്തിലാണെങ്കിലും കാലാവസ്ഥയുടെ പ്രതികൂല കാലാവസ്ഥയിലാണെങ്കിലും എല്ലാം പരിശുദ്ധ അമ്മയെ ഒരു കുറവ് പോലും വരുത്താതെ കൂട്ടത്തിൽ കൊണ്ടു നടന്ന യോസേപ്പ് പിതാവിനെ നമുക്ക് ഈ ചിത്രത്തിൽ കാണാൻ പറ്റും. ഈശോസ്നേഹം നിറഞ്ഞവരെയും നമുക്കും ഈ ഒരു മേഖലയിലൊക്കെ ഒന്ന് ചിന്തിച്ചിട്ട് നമ്മുടെ കുടുംബത്തെ, നമ്മുടെ കുഞ്ഞുങ്ങളെ, നമ്മുടെ ജീവിത പങ്കാളികളെയൊക്കെ ഈ ഒരു ക്രിസ്മസിൽ എല്ലാവരെയും ഒന്ന് സമർപ്പിച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്കും ഒരുങ്ങാം. ആമേൻ. This is a sweet and bitter spiritual program. Join with us in sharing